പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ അന്തോനീസിന്റെ തിരുസ്വരൂപം നമ്മുടെ ശിരസുകളുടെ മുകളിലേക്ക് ഉയർത്തി ആകാശങ്ങളിലേക്ക് നമ്മൾ സമ്മതിച്ചുകൊണ്ട് ഈ മാതൃക അനുകരിക്കപ്പെടാതെ പോകരുത് എന്ന് പറയുമ്പോൾ ഇടമറുവിന്റെ ആകാശത്ത് ഈശോ മിശിഹായുടെ തിരുവചനം പ്രതിധ്വനിയായി മാറ്റൊലിയായി നിറഞ്ഞു നിൽക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ മിശിഹാ ശിഷ്യന്മാരോട് പറഞ്ഞു, തന്നെ കേട്ട യഹൂദജനങ്ങളോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പാകെ ക്രിസ്തുനാഥനെ ഏറ്റുപറഞ്ഞ 1195 പോർച്ചുഗലിലെ നമുക്കൊക്കെ പ്രിയപ്പെട്ട, നമ്മുടെ യുവജനങ്ങൾക്ക് പ്രിയപ്പെട്ട പോർച്ചുഗലിന്റെ വലിയ ഫുട്ബോൾ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിച്ച ലിസ്ബണിലാണ് ഈ മഹാവിശുദ്ധൻ ജനിച്ചത്. 1195 ആഗസ്റ്റ് 15-ന്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈ വിശുദ്ധൻ ജനിച്ചത് ഏത് കുടുംബത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രഭു കുടുംബത്തിലാണ് വിശുദ്ധൻ ജനിച്ചത്. വിശുദ്ധന്റെ അപ്പൻ ലിസ്ബണിന്റെ ഗവർണറായിരുന്നു, മാർട്ടിൻ എന്നായിരുന്നു പേര്. അമ്മ രാജകുടുംബാംഗമായിരുന്നു, ത്രേസ്യ എന്നായിരുന്നു പേര്. അൽഫോൻസ് രണ്ടാമൻ ചക്രവർത്തിയുടെ ഉപദേഷ്ടാവായിരുന്നു വിശുദ്ധ അന്തോനീസിന്റെ അപ്പൻ മാർട്ടിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ സാമൂഹിക ശാസ്ത്ര പാഠങ്ങളിൽ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തെ വികലമായി ചിത്രീകരിക്കുന്ന ചരിത്രാവബോധമില്ലാത്ത അധ്യാപകരുണ്ട്. അവര് ഇവിടെ ചിത്രീകരിച്ചു വെക്കുന്നത് ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് ജീവിക്കാൻ മാർഗമില്ലാതെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്ന അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും ഒക്കെ ചരിത്രമാണ് കത്തോലിക്ക സഭയുടെ ചരിത്രമെന്ന് എഴുതി വെക്കുമ്പോ ചരിത്രം ഇങ്ങനെ വർണ്ണാഭമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. യൂറോപ്പിലെ സകല വിശുദ്ധരും ആദിമ കാലഘട്ടത്തിലെ, മധ്യകാലഘട്ടത്തിലെ സകല വിശുദ്ധരും പ്രഭു കുടുംബങ്ങളിൽ നിന്ന് ജനിച്ചവരാണ്. വിശുദ്ധ അന്തോനീസ് പ്രഭു കുടുംബത്തിൽ ജനിച്ചവനാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രഭു കുടുംബത്തിൽ ജനിച്ചവനാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ രാജകീയ കുടുംബത്തിൽ പിറന്നവനാണ്. അമ്മ ത്രേസ്യ, കൊച്ചു ത്രേസ്യ, വിശുദ്ധ ക്ലാര തുടങ്ങിയുള്ള രക്തസാക്ഷികളും പുണ്യാത്മാക്കളുമായ സകല വിശുദ്ധരും വലിയ സമ്പന്ന കുടുംബങ്ങളിൽ പിറന്നിട്ട് സുവിശേഷത്തിന്റെ വലിയ സന്ദേശം, അത് ത്യാഗത്തിന്റെ സന്ദേശമാണ്. ലോകം കണ്ട മഹാത്യാഗിയുടെ ത്യാഗത്തിന്റെ സന്ദേശം ലോകത്ത് പടർത്താൻ വേണ്ടി തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ ആരോഗ്യവും എല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിച്ച്, അധമരായ മനുഷ്യർക്ക് വേണ്ടി വിനിയോഗിച്ച്, കടിമകളായ മനുഷ്യർക്ക് വേണ്ടി വിനിയോഗിച്ച്, അവരെയെല്ലാം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ മിശിഹാനാഥൻ പറയുന്നത് പോലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വിമോചനവും വ്യക്തികൾക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ സുവിശേഷ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ആത്മീയത സാമൂഹിക വിപ്ലവമാക്കി മാറ്റിയ ചരിത്രമാണ് വിശുദ്ധരുടെ ചരിത്രമെന്ന് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ഓർക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് നാളിൽ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ കത്തോലിക്ക ബിഷപ്പുമാരെ ഒരുമിച്ച് വിളിച്ചിട്ട് പറഞ്ഞത്, ക്രൈസ്തവ മിഷണറിമാര് ഭാരതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ പുരോഗതിയിലേക്ക് കാലെടുത്ത് വയ്ക്കില്ലായിരുന്നു. ക്രൈസ്തവ മിഷണറിമാര് ഭാരതത്തിൽ തുടങ്ങിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് ഇന്ത്യയെ ആധുനിക ഭാരതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ സഹായകമാക്കിയത്. അതുകൊണ്ടാണ് ശശി തരൂർ പറഞ്ഞത്, ആതുര സേവനം എന്നത് കേരളത്തിന് അറിയില്ലായിരുന്നു, അതിവിടെ അവതരിപ്പിച്ചത് ക്രൈസ്തവ മൂല്യങ്ങള് ക്രൈസ്തവ മിഷണറിമാരുമാണ്. അപ്പന്മാരെ, അമ്മമാരെ, പ്രായമായവരെ സഹായിക്കണം, അടിമകളെ ഉയർത്തണം, ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കണം. ഇതെല്ലാം ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനയാണ്. അതുകൊണ്ടാണ് VN വാസവൻ മാന്നാനത്ത് പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിന്റെ ആദ്യത്തെ കേരളീയനായ നവോത്ഥാന നായകൻ കത്തോലിക്ക വൈദികനായ ചാവറയച്ചനാണ്. ഈ സുവിശേഷ മൂല്യങ്ങള് പള്ളിയോടൊപ്പം പള്ളിക്കൂടം തുടങ്ങി, ഇവിടെ ആശുപത്രികൾ തുടങ്ങി. അങ്ങനെ ഈ സമൂഹത്തിൽ അടിമയും ഉടമയും ഒരേ ബെഞ്ചിലിരുത്തി ഓർക്കണം, നായന്മാർക്ക് പോലും
സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ കഴിയില്ലായിരുന്ന കാലഘട്ടത്തിൽ കറുത്ത വർഗക്കാരെ പോലും ജന്മികളുടെ കൂടത്തിൽ ഒരേ ബെഞ്ചിലിരുത്തി പഠിപ്പിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടായിരുന്നത് ക്രൈസ്തവ മൂല്യങ്ങൾ പാലിച്ച ക്രൈസ്തവ മിഷണറിമാർക്കായിരുന്നു. അങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ, ഇന്ത്യയുടെ ആത്മീയ നേതാവായ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായത്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം ചാവറേച്ചൻ തുടങ്ങുമ്പോൾ മഹാനായ അദ്വിതീയ ചിന്തയുടെ ആചാര്യനായ കേരളത്തിൽ ഒരുപാട് സാമൂഹ്യ നവോത്ഥാനം കൊണ്ടുവന്ന ശ്രീനാരായണ ഗുരുവിന് 7 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ചട്ടമ്പി സ്വാമികൾക്ക് 9 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം മാതൃകയാക്കിയത് ക്രൈസ്തവ മിഷണറിമാരും സുവിശേഷ മൂല്യങ്ങളുമാണെന്നും നാം മറക്കരുത് പ്രിയപ്പെട്ടവരെ. ആ തരത്തിൽ സുവിശേഷത്തിന്റെ ഗാഥ പാടിയ ആളാണ് വിശുദ്ധ അന്തോനീസ്. അതുകൊണ്ട് വിശുദ്ധ അന്തോനീസ് പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ സുവിശേഷത്തിന്റെ സന്ദേശം കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം വിശുദ്ധനായി അറിയപ്പെട്ടിരുന്നു. ചാറ്റത്താവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ചാറ്റത്താവ് ഒരു പ്രഭുവിന്റെ വീട്ടിൽ രാത്രി വിശുദ്ധ അന്തോനീസ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ രാത്രി ലൈറ്റ് എല്ലാം കെടുത്തിയിട്ടതിന് ശേഷം ഇങ്ങനെ പ്രഭു ആ വീടിന്റെ വലിയ രാജകൊട്ടാരം പോലുള്ള വീടിന്റെ ചുറ്റുവട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ വിശുദ്ധ അന്തോനീസിന്റെ മുറിയിൽ മാത്രം ഈ വെളിച്ചം കെട്ടിരിക്കുന്നില്ല. അദ്ദേഹം ആ പ്രദേശത്ത് ചെന്നപ്പോ എന്തുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് ചെന്നിട്ട് എല്ലാ ലൈറ്റും ഓഫായെന്ന് ഉറപ്പുവരുത്തുന്ന സമയത്തും ഈ മുറിയിൽ നിന്ന് മാത്രം വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കതകിന്റെ ആ താക്കോൽ ദ്വാരത്തിലൂടെ നോക്കുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ചയാണ്. പിന്നീട് വിശുദ്ധ അന്തോനീസിനെ ചിത്രീകരിക്കാൻ വിശുദ്ധ അന്തോനീസിന്റെ രൂപം ലോകത്താകമാനം കൊത്തിയെടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രം ഉണ്ണിയെ കൈകളിൽ ഏന്തിയിരിക്കുന്ന വിശുദ്ധ അന്തോനീസ്. അതുകൊണ്ടാണ് നമ്മൾ പാട്ടിൽ പാടുന്നത്, ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാ കരങ്ങളാലെ വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെങ്ങും ചൊരിയണേ. ആ വിശുദ്ധൻ ഉണ്ണീശോയെ കൈകളിൽ എടുത്തു നിൽക്കുന്ന ആ രൂപത്തിന്റെ ആ അനുഭൂതിയുടെ പ്രഭയാൽ ആ മുറി മുഴുവൻ വെളിച്ചത്തിൽ കുളിച്ചിങ്ങനെ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അത് വലിയൊരു പ്രതീകമാണ്. നമ്മുടെ ഇപ്പോൾ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമുക്കൊരു വലിയ സന്ദേശം അത് തരുന്നു. നമ്മുടെ മനസ്സിലുള്ള ദൈവബോധത്തിന്റെ അടയാളമാണ് ഈ വിശുദ്ധന്റെ കയ്യിലുണ്ടായ ഉണ്ണീശോയുടെ ഈ രൂപം എന്ന് പറയുന്നത്, ഉണ്ണീശോയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ദൈവചിന്തയുള്ള ഒരുപാട് പേര് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായുള്ളവർ കൊണ്ടാണ്. ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരുള്ളത് കൊണ്ടാണ്. പാവപ്പെട്ടവരെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ നാട് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ നാട് പിശാചിന്റെ നാടായിട്ട് മാറുകയാണ്. നമ്മൾ ഓർക്കുക, നമ്മുടെ യുവജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് സിനിമകളാണ്. കഴിഞ്ഞ ദിവസം എന്നെ കുറച്ച് ചെറുപ്പക്കാരെല്ലാം കൂടെ നിർബന്ധിച്ച് സിനിമ കാണാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ആ സിനിമയുടെ ടാഗ് ലൈൻ ഒന്ന് പരിശോധിച്ചപ്പോൾ ഇതാണ് ടാഗ് ലൈൻ: ഫീൽ ദ പവർ, ദ ഫേസ് ദ ഡെവിൾ. ആരാണ് ഡെവിളായിട്ട് അവിടെ അവതരിക്കുന്നത്? നായകനാണ്. ആന്റി ഹീറോസിനെ അവതരിപ്പിക്കുന്നു. കൊലപാതകങ്ങൾ നടത്തുന്ന ഹീറോകൾ, കോഴികളെ കൊല്ലുന്നത് പോലെ മനുഷ്യരെ കൊന്നു തള്ളുന്ന ഹീറോകൾ, വില്ലന്മാരെക്കാൾ ഭീതിജനകമായ രീതിയിൽ നായകന്മാര് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന നമ്മൾ കാണുകയാണ്. സെക്സും ഡ്രഗ്സും വയലൻസും ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടല്ലോ, അനുഷ്ക എന്ന് പറയുന്ന ഒരു ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ രാത്രിയിൽ കൊണ്ടുപോയി കിണറ്റി തള്ളിയിട്ട് കൊന്നു. 8 വയസ്സുകാരിയെ. പൈശാചിക മനോഭാവമുള്ള അമ്മമാര് പോലും ഉണ്ടാവുന്നു. നക്ഷത്ര എന്ന് പറയുന്ന 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരുത്തൻ, അപ്പൻ എന്ന് പറയുന്ന ഒരു നരാധവൻ, അവനൊരു കോടാലി മൂർച്ച കൂട്ടിയിട്ട് അവളോട് കളിപ്പാട്ടം ആ കുഞ്ഞു പൈതലിനോട്
കളിപ്പാട്ടം കളിക്കാൻ ആവശ്യപ്പെട്ട് അത് കുനിഞ്ഞിരിക്കുമ്പോ ആ കോടാലി വെച്ച് കഴുത്ത് വെട്ടിക്കൊന്ന ആ ചരിത്രം നമ്മൾ വായിച്ചു. അവൻ അവസാനം ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ആ കുടുംബം മുഴുവൻ നമ്മൾ വായിക്കുമ്പോ ആ മയക്കുമരുന്നിന് അടിമകളാണ് ആ കുടുംബം. അപ്പൻ ആത്മഹത്യ ചെയ്തു, അമ്മ ആത്മഹത്യ ചെയ്തു, ഭാര്യ ഉപേക്ഷിച്ചു പോയി. അവസാനം ആ കുടുംബം തന്നെ തകർന്നുപോയി. മയക്കുമരുന്നിനും സെക്സിനും ഒക്കെ അടിമകളായിട്ടുള്ള, വയലൻസിന് അടിമകളായിട്ടുള്ള ആളുകൾ കൂടിയാണ്. എന്റെ വലിയൊരു സ്നേഹിതനാണ് ഈ ദീപിക ദിനപത്രത്തിലെ സിജോ പൈനാടത്ത് എന്ന് പറയുന്ന എറണാകുളംകാരൻ. അവനൊരു റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയിൽ എഴുതിയത് എന്റെ മനസ്സിലും എന്റെ ഹൃദയത്തിലും ഒരുപാട് ഉരുൾപൊട്ടലുകൾ ഉണ്ടാക്കി, കണ്ണീര് കൊണ്ട് സ്നാനം ചെയ്യുന്ന രീതി ഉണ്ടാക്കി. കാരണം എന്താണെന്നറിയാവോ? കാരണം 1.5 വയസ്സുള്ള ഒരു പാവം കുഞ്ഞിനെ കാമുകന്റെ കൂടത്തിൽ സുഖജീവിതം നയിക്കാൻ വേണ്ടി ഒരമ്മ കൊല്ലാനായിട്ട് വിട്ടുകൊടുത്തു. അവനവന്റെ കാലിന്റെ മുട്ടിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ പാവപ്പെട്ട 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഞെക്കിക്കൊന്നു. ഡോക്ടർമാര് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിന്റെ 4 വാരിയലുകൾ ഒടിഞ്ഞിരുന്നു, തലയോട്ടി പൊട്ടിയിരുന്നു. ഡോക്ടർമാര് പോലീസ് റിപ്പോർട്ട് ചെയ്തു. അവസാനം ഈ സിജോ പൈനാടത്ത് എഴുതുകയാണ്, ഒരു കളിപ്പാട്ടം പോലും ഈ കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കാൻ ഇവിടെ ആരുമില്ലാതെ പോയല്ലോ. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർ എറണാകുളത്തെ എളമരക്കരയിൽ നടന്ന ഈ സംഭവത്തിൽ കൊച്ചി നഗരസഭയും പോലീസ് ഉദ്യോഗസ്ഥരും കൂടെ ചേർന്ന് കേരളത്തിലെ ആദരണീയരായ മനുഷ്യർ മരിക്കുമ്പോൾ കൊടുക്കുന്ന റെഡ് സല്യൂട്ട് ഉൾപ്പെടെ, റെഡ് സല്യൂട്ട് അല്ല, അത് മറ്റു സല്യൂട്ടാണ്, വേറെ പോലീസുകാരുടെ സല്യൂട്ട് ഉൾപ്പെടെ സല്യൂട്ട് ചെയ്തുകൊണ്ട് 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ മൃതശരീരത്തെ അടക്കം ചെയ്തു. ഇത്തരം നികൃഷ്ടരായ രീതിയിൽ പൈശാചിക മനോഭാവമുള്ള മനുഷ്യർ വാഴുന്ന നാടായിട്ട് കേരളം വളരുകയാണ്. ഇവിടെ നിരീശ്വരവാദം കുടികുത്തി വാഴുന്നു, ഇവിടെ യുക്തിവാദം കൂടുന്നു. മനുഷ്യ മഹത്വം തിരസ്കരിക്കപ്പെടുന്ന രീതിയിൽ ഈ നാട് മാറുമ്പോൾ വിശുദ്ധരുടെ തിരുനാളുകൾക്ക് ഈ നാടിനെ മാറ്റിയ സുവിശേഷ മൂല്യങ്ങളുടെ അർത്ഥത്തിന് ഒരുപാട് പ്രാഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അന്തോനീസിന്റെ രൂപങ്ങളെ നോക്കി ഈ മാതൃകൾ ഒരിക്കലും അവഗണിക്കപ്പെടരുത് എന്ന് നമ്മൾ പറയേണ്ട സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സാമൂഹിക പ്രതിബദ്ധതയുടെയൊക്കെ ചിത്രം ഒരുപാട് നശിക്കപ്പെടാതെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ ചില സ്ഥലത്തെങ്കിലും ഒക്കെ കാണുന്നത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ കണ്ടു വെള്ളിയാമറ്റത്ത് 21 പശുക്കള് ചത്തുപോയ മാത്യൂസ് എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ്സുകാരെ സഹായിക്കാൻ ജയറാം, മമ്മൂട്ടി, അതുപോലെ നമ്മുടെ പൃഥ്വിരാജ് തുടങ്ങിയ സിനിമാ നടന്മാര്, അങ്ങനെ ഒരുപാട് യൂസഫ് അലി പോലെയുള്ള ആളുകൾ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് കൈകോർത്ത് സഹായിച്ച് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോ വിശുദ്ധരുടെ തുല്യമായ മനസ്സുള്ളവരായി നമ്മൾ മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഞാനൊരു സംഭവം ഓർക്കുന്നത് ഇതാണ്, മാലാഖ തുല്യമായ മനസ്സുള്ളവരായിട്ട് നമ്മൾ മാറണം. ഞാൻ സംഭവം ഓർക്കുന്നത് ഇതാണ്, ഈ നമ്മുടെ കോട്ടയത്ത് തിരുനക്കര ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു സംഭവം നടക്കുകയാണ്. അവിടെ ഇതുപോലെ ഒരു സീബ്ര ലൈനുണ്ട്. ഈ സീബ്ര ലൈനിന്റെ അറ്റത്ത് ഒരു വൃദ്ധയായ സ്ത്രീ നിൽക്കുക. അപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ കുറെ നേരം നോക്കി, എന്നിട്ട് ആ സീബ്ര ലൈൻ കടന്നു പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ കുറെ നേരം നോക്കി, ഒരു വണ്ടിയും നിർത്തുന്നില്ല, എല്ലാ വണ്ടിയും ചീറിപ്പാഞ്ഞു പോവുകയാണ്. അത് ഇന്ന് മലയാളിയുടെ മനസ്സിന്റെ ഒരു പ്രതിഫലനമാണ്. ഒരു വൃദ്ധ വന്ന് സീബ്ര ലൈനിൽ കാലെടുത്ത് നിർത്തിയാലും ഒന്ന് വണ്ടി ചവിട്ടണമെന്ന് പോലും തോന്നില്ല. വണ്ടി ചവിട്ടുന്നവനെ പുറകിലുള്ളവർ ഓണടിച്ച് ശല്യപ്പെടുത്തുകയും വേണ്ടി വന്ന് അത്തറി പറയുകയും ചെയ്യും. ആ രീതിയിലായിരിക്കുന്നു നമ്മുടെ നാടിന്നിപ്പോ. അപ്പോൾ അവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കുറെ നേരം നോക്കി നിന്നിട്ട് സഹിയിട്ടിട്ട് അദ്ദേഹം മുമ്പോട്ട് വന്നതിന് ശേഷം ആ വൃദ്ധയെ കൈപിടിച്ച് സീബ്ര ലൈൻ കടത്തുമ്പോൾ കേരളത്തിലെ പ്രമുഖമായ ഒരു പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ അവിടെ നിൽപ്പുണ്ട്. ആ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തു. പിറ്റേന്ന് പത്രത്തിന്റെ തലക്കെട്ടിന് തൊട്ട് താഴെ ആ ഫോട്ടോ വന്നു. അടിക്കുറിപ്പിതായിരുന്നു മാലാഖയാകുന്ന പോലീസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസാക്ഷി ഈ തിരുനാൾ ആഘോഷങ്ങളിൽ ഇങ്ങനെയാണ് മാറേണ്ടത്. മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ, പാവപ്പെട്ടവരെ, അവഗണിക്കപ്പെടുന്നവരെ, നിസ്സഹായരെ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സ് ഈ തിരുനാൾ ആഘോഷങ്ങളിലൂടെ മാറണം. ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അത് അമേരിക്കയിൽ നടന്ന ഒരു സമൂഹം എങ്ങനെയാണ്
മാറുന്നത് എന്നതിന്റെ വലിയ അടയാളമാണ്.